എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാകുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ വർഷവും സാധാരണഗതിയിൽ +1 സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. എന്നാൽ തേർഡ് ട്രാൻസ്ഫർ എല്ലാ വർഷവും ഉണ്ടാവാറില്ല എന്നുള്ളത് മാത്രമാണ്. അതായത് എല്ലാ വർഷവും ഈ ഒരു +1 പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ട് 2 ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സാധാരണഗതിയിൽ നടത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണയും ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡേറ്റ് പറയുന്നില്ല. കാരണം അഥവാ ഡേറ്റ് മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈം നോക്കുന്ന സമയത്ത് ആ ഒരു കൃത്യസമയം അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു ടൈം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അപ്ലൈ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും, അതായത് ഈ മാസം തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം 22-ാം തീയതി സെക്കൻഡ് സപ്ലിമെൻ്ററിയുടെ വേക്കൻസി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്ന ശേഷം പിന്നീട് അതിനുശേഷമാണ് ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ പ്രതീക്ഷിക്കുന്നത്. കാരണം എല്ലാ വർഷവും വിദ്യാർത്ഥികൾക്ക് ജില്ല മാറിയിട്ട് ട്രാൻസ്ഫറിനുള്ള അവസരം ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറിലാണ് കൊടുക്കാറുള്ളത്. അതായത് ജില്ല മാറാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജില്ല മാറുകയല്ല, മാറാനായിട്ട് അപേക്ഷിക്കാം. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജില്ല മാറാനുള്ള അപേക്ഷ കൊടുക്കാം. അതുപോലെ തന്നെ സ്കൂളും കോഴ്സും നിങ്ങൾക്ക് മാറുന്നതിനായിട്ട് അപ്ലൈ ചെയ്യാം. അതായത് ജില്ലയും സ്കൂളും കോഴ്സും നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കും. അതായത് ജില്ല വേണമെങ്കിൽ മാറാം, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്ക് മാറാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് മറ്റൊരു ജില്ലയിലെ സ്കൂളിലേക്ക് മാറാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് നിങ്ങളുടെ ജില്ലയിലെ സ്കൂളിലേക്ക് മാറാം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു ജില്ലയ്ക്ക്, അതായത് മറ്റൊരു ജില്ലയിലേക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയ്ക്കകത്തും നിങ്ങൾക്ക് ട്രാൻസ്ഫറിനുള്ള ഒരു അവസരമാണ് സെക്കൻഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. സാധാരണ കുറേ വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ ട്രാൻസ്ഫർ കിട്ടാറുണ്ട്. അതായത് കാരണം ജില്ലാ ട്രാൻസ്ഫർ കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ട്രാൻസ്ഫറിന് മാത്രം, അതായത് ട്രാൻസ്ഫർ ഓപ്ഷൻസ് മാത്രം നിങ്ങൾ നൽകാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ സ്കൂളോ കോഴ്സോ ഒക്കെ വെറുതെ കൊടുക്കുന്ന സമയത്ത് അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോവേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ ആയിരുന്നാലും നിങ്ങൾ ഈ ഒരു അപേക്ഷ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു അപേക്ഷ കൊടുക്കേണ്ടതുള്ളൂ. കാരണം നിങ്ങൾക്ക് ജില്ലയും മാറാൻ പറ്റും, അതുപോലെ തന്നെ സ്കൂളും മാറാം, അതുപോലെ തന്നെ കോഴ്സും മാറാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില വിദ്യാർത്ഥികൾ ചിലപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് കരുതി വെറുതെ കൊണ്ടുപോയിട്ട് ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും കൊടുക്കരുത്. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ നിർബന്ധമായിട്ടും കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. ആദ്യം കിട്ടിയത് റദ്ദ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിന് ഇനി അപേക്ഷ വരുന്നത് ഈ ഒരു ജൂലൈ 25-ന് ശേഷമാണ് ചാൻസ് കൂടുതൽ. കാരണം 22-ാം തീയതി ഈ ഒരു വേക്കൻസി ലിസ്റ്റ് വരും, അത് തിങ്കളാഴ്ച വേക്കൻസി ലിസ്റ്റ് വരും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററിക്കുള്ള അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിനുശേഷം പിന്നീട് ഏകദേശം ഒരു 2 ദിവസം, അത് 22-23 ആയിരിക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉണ്ടാവുക. അപ്പോൾ അതിനുശേഷം ഏകദേശം ഒരു 2 ദിവസം 3 ദിവസം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു അതിൻ്റെ റിസൾട്ട് വരികയും പിന്നീട് ട്രാൻസ്ഫർ ഉണ്ടാവുകയുമാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ ഘട്ടത്തിൽ ഇതുവരെ ട്രാൻസ്ഫറിന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ, അതായത് ഇതുവരെ ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുൾപ്പെടെ അപേക്ഷ നൽകാൻ സാധിക്കും. അതുപോലെ തന്നെ സാധാരണഗതിയിൽ സെക്കൻഡ് ട്രാൻസ്ഫറിൽ ഈ ഒരു സ്പോർട്സ് കോട്ടയിലും അതുപോലെ തന്നെ ഇതുവരെ ഈ ഒരു +1 അഡ്മിഷൻ നേടിയിട്ടുള്ള ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കും അവസരം നൽകാറുണ്ട്. അതായത് ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറിലാണ് അവർക്ക് അവസരം നൽകാറുള്ളത്. കഴിഞ്ഞ വർഷവും അതേ രീതിയിൽ തന്നെയാണ് ട്രാൻസ്ഫറിനുള്ള അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും, അതായത് ഫസ്റ്റ് ഓപ്ഷൻ ഉൾപ്പെടെ ഏതൊരു വിദ്യാർത്ഥിക്കും ഏത് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയിരുന്നാലും ആ ഒരു വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ ഇതുവരെ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചൊരു വിദ്യാർത്ഥിക്കും, ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും, കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ മറ്റൊരു ജില്ലയിലേക്ക് മാറാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു രീതിയിൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് കോഴ്സ് മാറാൻ, നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൽ വേക്കൻസി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മറ്റൊരു ജില്ലയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്കോ ഒക്കെ ട്രാൻസ്ഫർ വെക്കാനുള്ള ഒരു അവസരം ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ്. സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്നത് നേരത്തെ നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിച്ച സെയിം രീതി തന്നെയാണ്, പ്രത്യേകിച്ച് വേറെ മാറ്റമൊന്നുമില്ല. ഈ ഒരു വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ
അപ്ലൈ ഫോർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ എന്നുള്ള ലിങ്കാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളുടെ കോഡും കോഴ്സും നൽകുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലുള്ള നിങ്ങളുടെ പേര്, +1 ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ SSLCയുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൻ്റെ കോഡും അതുപോലെ പേരും, അത് കോഡ് നൽകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴ്സ് കോമ്പിനേഷൻ ഏതിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, ആ ഒരു കോഴ്സ് കോമ്പിനേഷൻ എന്നിവ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളും കോഴ്സുകളും നിങ്ങളുടെ ജില്ലക്കകത്തും പുറത്തും അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കുമൊക്കെ ഓപ്ഷനുകൾ വെക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ആ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻ നൽകുകയാണ് ചെയ്യേണ്ടത്. പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻ നൽകുകയും നൽകിയിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കിട്ടിയിട്ടുള്ള സ്കൂളിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഘട്ടത്തിലും താല്പര്യമുണ്ടെങ്കിൽ മാത്രം ട്രാൻസ്ഫറിന് ഓപ്ഷൻ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റോട് കൂടി ഈ വർഷത്തെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അവസാനിക്കുകയും ചെയ്യുന്നതാണ്. പിന്നീട് സ്പോട്ട് അഡ്മിഷനാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ട്രാൻസ്ഫർ വരുന്ന സമയത്ത് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ മാത്രമേ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവൂ. കാരണം പിന്നീട് നിങ്ങൾക്കൊരു സ്കൂൾ മാറ്റത്തിന് ഉള്ള ഒരു അവസരം ഉണ്ടാവുന്നതായിരിക്കില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ നിലവിൽ A എന്ന സ്കൂളിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ നിലവിൽ A എന്ന സ്കൂളിൽ നിന്നും B എന്ന സ്കൂളിലേക്കോ മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലേക്കോ സെക്കൻഡ് ട്രാൻസ്ഫർ ഓപ്ഷൻ വെക്കാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ പല വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ആ ഒരു സീറ്റ്, അതായത് ഇപ്പോൾ A എന്നൊരു സ്കൂളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് പിന്നീട് ഇപ്പോൾ ആ ഒരു കോഴ്സൊക്കെ ഇഷ്ടപ്പെട്ടൊക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കാനായിട്ട് പാടുള്ളതല്ല. കാരണം അഥവാ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ലഭിച്ച ആ ഒരു സീറ്റ് പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറിന് ശേഷം പിന്നീട് ഒരു ട്രാൻസ്ഫർ വരുന്നതല്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ മാത്രമേ ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.